ഇത് നമ്മൾ പോപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോപ്പിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ അതെങ്ങനെ ഉണ്ടാക്കാൻ പോണേന്നാണ് നമ്മൾ നോക്കണേ. അതിനാവശ്യമായിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ എടുത്തേക്കണത്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമ്മളിടുക. എന്നിട്ട് അത് കുതിരാൻ വേണ്ടി മാത്രമുള്ള, അടി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനു വേണ്ടി മാത്രം നമ്മൾ സ്വല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇതിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യരുത് കേട്ടോ. ഞങ്ങൾ മാക്സിമം നോക്കുക പോപ്പിക്കുള്ള ആഹാരത്തിൽ ഉപ്പ് കുറച്ച് കൊടുക്കാനാണ് ഞങ്ങൾ നോക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഇതൊരു കുക്കറിലാക്കിയിട്ട് നമ്മൾ ഒരു 3 വിസിൽ വരുന്ന രീതിക്ക് നമ്മൾ വേവിക്കാൻ വെക്കുക കേട്ടോ. പോപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിസിലിൻ്റെ മണം വരുമ്പോൾ തന്നെ അവൾ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ലെവലിലായിരിക്കും അത് ഉണ്ടാവുക. നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ ആയിപ്പോവും. അപ്പോൾ അത് നമുക്കത്ര സുഖമായിരിക്കില്ല. അപ്പോൾ എന്നാൽ കൂടി നമ്മളിതിനെ ഇതുപോലെ തന്നെ കൊടുക്കാൻ പറ്റില്ല. പോപ്പി ഏകദേശം ഒരു 4 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങളിത് കൊടുത്തു തുടങ്ങുന്നത്. അവൾ ഏകദേശം 1 മാസം ആയപ്പോൾ തുടങ്ങി ഞങ്ങളുടെ കൈ കിട്ടുമ്പോൾ തുടങ്ങി ഞങ്ങളിത് കൊടുക്കാറുണ്ട്. ഇത് ഞങ്ങൾ ലഞ്ചിന് മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് ലഞ്ച് ടൈമിൽ മാത്രമാണ് പോപ്പിക്ക് ചിക്കൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ബോൺലെസ് പീസ് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. അതായത് അരങ്ങുന്ന രൂപത്തിലല്ല, പൊടി പോലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പോപ്പിക്ക് പല്ലുകളൊക്കെ വരുന്നേ ഉള്ളൂ. നമ്മളൊരു വലിയ പീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ വിഴുങ്ങിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പൊടി പോലെ ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇതിനെത്തിക്കണം. ഇത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു നുള്ളൊക്കെ നമ്മൾ അവൾക്ക് വെറുതെ ഇങ്ങനെ കൊടുക്കും കഴിക്കാനൊക്കെ ആയിട്ട്. അല്ലാതെ നമ്മൾ എന്താ കൊടുക്കുക, എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഈ ചിക്കൻ എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചോറ്, ആ ഒരു അനുപാതത്തിലായിരിക്കും നമ്മൾ കൊടുക്കുക. ഇവൾക്ക് ഇവളുടെ സംഭവം വേവുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതിപ്പോൾ പഴം ആയിക്കോട്ടെ ഈ ചിക്കൻ ആയിക്കോട്ടെ, അവളുടെ ഐറ്റം എന്തെങ്കിലും അടുപ്പത്ത് വേവുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ പിന്നെ ആ ഭാഗത്തുനിന്ന് മാറില്ല. കണ്ടോ, ഇതുപോലെ പൊടി പോലെയാണ് നമ്മൾ എടുത്ത് വെക്കുക. ഇത് നല്ല ചൂടുള്ള ചോറിൽ നമ്മൾ നല്ല കുഴച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ അവൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനും പറ്റും. കണ്ടോ, ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് കൊടുത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി റെസിപ്പിയാണ്, പപ്പിക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മഞ്ഞളും ചിക്കനും വെള്ളവും ഇട്ട് നമ്മളൊന്ന് വേവിക്കുന്നു. എന്നിട്ട് പിന്നെ വേവിച്ച് കിട്ടിയത് നമ്മളിങ്ങനെ ചെയ്യുന്നു. താങ്ക് യു.